ഹാൻഡിലിൻ്റെ ഒക്കെ കളർ കണ്ട. ഓ അപ്പോൾ ചെങ്ങന്മാരെ നമ്മളുടെ സ്റ്റാൻഡ് എനിക്ക് ഇപ്പോൾ ഒരു കോള് വന്നു. എവിടെ നിന്നറിയാം? ആന്ധ്രയിൽ നിന്ന്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടിയൊക്കെ രാവിലെ തന്നെ നേരത്തെ കുളിച്ച് കുറിയൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എന്താ ഗ്ലാമറായി നടക്കുകയാണ് അല്ലേ? അപ്പോൾ ഗ്ലാമറായിട്ട് നടക്കുകയാണ് അവള്. ഞാൻ തന്നെ രാവിലെ എണീറ്റ് ഇന്നും തന്നെ അമ്പലത്തേക്കൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട്. അവിടെ സീറ്റ് കാര്യം മറ്റ് കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞായറാഴ്ച ദിവസമൊക്കെ തന്നെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ പിരിക്കണം കാര്യമലൊക്കെ എന്താ. പിന്നെ അപ്പോൾ ഞായറാഴ്ച ദിവസം നമ്മൾ വണ്ടിയുടെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഓട്ടോറിക്ഷയല്ലേ അതിൻ്റെ പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് നിർത്തണം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ പൊടിയും പറിച്ച് ഇടാൻ തന്നെ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ ഇടയിലും കൊണ്ടുവന്ന് നിർത്തണം. അരിവാൾ ചുറ്റിക നക്ഷത്രം, അത് ചുറ്റിക അരിവാൾ നക്ഷത്രമാണല്ലേ? ചുറ്റിക അരിവാൾ നക്ഷത്രമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിൻ്റെ വേണം. എന്തായാലും ഇപ്പോൾ എല്ലാം അറിയണമെങ്കിൽ സമയം എടുക്കും. കൈപ്പത്തിൻ്റെ ഉണ്ടെന്ന് ഇവിടെ ഇവിടെയൊക്കെ എല്ലാം ഉണ്ടാവും ഇവിടെ. എന്താണ് വായിക്കണേ? വോട്ട് ഫോർ LDF അതാണോ വായിച്ചത്? വോട്ട് ഫോർ LDF. ഇനി അടുത്ത പ്രാവശ്യമുള്ളൂ കഴിഞ്ഞു. ഏതായാലും അങ്ങനെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താലും മറക്കില്ല എന്ന് കരുതുന്നു. ഞാനൊന്ന് വണ്ടീൻ്റെ മാറ്റ് കാര്യങ്ങളൊക്കെ നോട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഓടണം. ഉച്ചയ്ക്ക് പോയിട്ട് വണ്ടി കൊണ്ടുവരണം. വണ്ടി കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ റോഡിൻ്റെ അവിടെ നിർത്തണം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഫ്രണ്ട് നിർത്താൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ നിർത്തണം. അപ്പോൾ നമ്മൾ ഒരു വണ്ടി അതിലേക്ക് ഒരു വണ്ടി നമ്മൾ പുറത്തുള്ള നിർബന്ധമാണ്. സ്ഥലമല്ലല്ലോ. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ ഇവിടെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഈ കണ്ട പച്ച വെയിലുണ്ടല്ലോ, വെയിലങ്ങനെ കൊള്ളും. ഷീറ്റ് അതിലേക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇടണം. നോക്കട്ടെ, എന്തായാലും നമുക്ക് വണ്ടി കൈ കിട്ടിയിട്ട് നമുക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ സമയം 10:25 ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അതും തീർത്തു. ഇനിയൊന്നുമില്ല. വെള്ളമുണ്ടുണ്ട് അവിടെ കിടക്കണം. വെള്ളമുണ്ട് എടുക്കുന്നു, കാക്കി എടുക്കുന്നു, പോകുന്നു. ചെങ്ങന്മാരപ്പേനെ ഇറങ്ങിയിട്ടുണ്ട് ഓടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് കൈനീട്ടം 30 രൂപ നിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, 1000 രൂപയ്ക്ക് ഓടാൻ എത്ര രൂപയുടെ എണ്ണ വേണം? 1000 രൂപയ്ക്ക് ഓടാൻ നമുക്ക് ഇത് നിശ്ചിത തുക എന്ന് പറഞ്ഞ് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ 1000 രൂപയ്ക്ക് ഓടാന്ന് പറയുമ്പോഴേക്ക് നമ്മൾക്ക് അപ്പ് ആൻഡ് ഡൗണുകൾ, അതായത് പോയിട്ട് വരുന്നതിന് വേറെ ചാർജും മടക്കം കിട്ടുന്നുണ്ട് നമ്മൾ റിട്ടേൺ പോകുന്നതിൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് എണ്ണൻ്റെ കാര്യത്തിൽ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം. ഡാൻസ് കളിക്കും നിങ്ങൾ? ഡാൻസ് കളിക്കാം, പ്രസംഗം കളിക്കും, പ്രസംഗം നടത്തും, തിരുവാതിര, ചവിട്ടിക്കളി, എല്ലാ അങ്ങനെ സംഭവമാണപ്പോ. ഓക്കെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മുൻപ് നമ്മൾ ഒരു വീട് വെക്കണം, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിക്കണം, 5 സെന്റ് സ്ഥലവും വീടും ഉടനടി സാധ്യമാകട്ടെ. അപ്പോൾ എണ്ണ അടിച്ചു 300 രൂപയ്ക്ക്. ഈ 300 രൂപേൻ്റെ എണ്ണയ്ക്ക് നമ്മൾ നോടുവാണെങ്കിൽ നമുക്കൊരു 1200 രൂപയ്ക്കൊക്കെ ഓടാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ എന്താ പറയുക, 1200 രൂപ എന്നൊക്കെ പറയാം. അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വരണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, വൺ സൈഡ് മാത്രമാണെങ്കിൽ 300 രൂപേൻ്റെ എണ്ണ വേണ്ടി വരും. ഞാൻ അതുകൊണ്ടല്ലോ പറയാം, വൺ സൈഡ് മാത്രമാണെങ്കിൽ 300 രൂപയുടെ എണ്ണൊക്കെ വേണ്ടി വരും. ഫുൾ ലോഡാണ് സാധനം, കാറ്റടിക്കണ്ടാവില്ല. നമ്മളെ ഫാനിന്റെ കാറ്റാണേ. നാട്ടിലുള്ള ഒരു ട്രിപ്പാണ്, ഒരു ലോക്കൽ കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. 30 രൂപ കിട്ടും. മുന്നിൽ എന്താ ഒരു ആക്സിഡന്റ് മണക്കുന്നു, ചെറിയ രീതിയിലൊരു ആക്സിഡന്റ് മണക്കുന്നുണ്ട്. എന്ത് പറ്റി ഇവിടെ? ഒരു ഇളം പരിപാടി ഇവിടെ നടന്നേക്കാം. ബാക്കൊക്കെ കുത്തി പൊളിച്ചിക്കണം. ബാക്കൊക്കെ കുത്തി ചെറുതായിട്ട് പൊളിച്ചിക്കണം. ആളുകൾക്കൊന്നും ഒന്നും ഉണ്ടാവാൻ സാധ്യതയല്ല. മേഡിൻ ലെവല് പരിപാടി നടന്നിട്ടുള്ളൂ. എന്തൊക്കെയായാലും ഞാനിപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരികയാണ്. എൻ്റെ 3ാമത്തെ ട്രിപ്പ്. ഇത് 90 രൂപയുടെ ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 150 രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത്. ഞായറാഴ്ചകൾ പൊതുവെ ഞാൻ ഓടാറില്ല, ഓട്ടം മോശമാവാറാണ് പതിവ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരും, ഞാൻ അങ്ങനെ നീങ്ങും. ഇന്നിപ്പോൾ ഇനി വണ്ടി ഉച്ചക്ക് കൊണ്ടുവരാണ്ട്, അതിന് ഞാൻ വണ്ടൂരിന്ന് ബസ് കയറിയിട്ട് ചെറുകോട് പോയി ഇറങ്ങണം. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വീട്ടിൽ നിന്ന്
വന്ന് ഈ വണ്ടി ഞാൻ അങ്ങാടിയിലാവും നിർത്തിയേക്കാം, ഈ വണ്ടി വന്നെടുത്ത് വീട്ടിലേക്ക് പോവാം. അങ്ങനെ കുറച്ച് അങ്കിങ്ങ ചില്ലറ പരിപാടികളുണ്ട്. അപ്പോ ഞായറാഴ്ചകൾ പൊതുവെ ഞാനിപ്പോൾ ഓടാറില്ല, ഓരോ പരിപാടികൾ ഉണ്ടാവും. അതെത്ര കൊഞ്ച് 420 തന്നെ. അത് കുറച്ചെടുത്താ കുറെ ദിവസമായി കുട്ടികൾ പറയണേ. കൂന്തളോ 420 അല്ലേ? അത് കുറച്ചെടുക്ക്. അത് ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ എടുത്തോ. നന്നാക്കുജി ആ മതി. അത് ഓലിക്കൊന്ന് വരട്ടി പൊരിക്കാനൊക്കെ കഴിക്കാരം. നമുക്ക് ഇന്നല്ലെങ്കിൽ ഓല് ഇന്നാട്ടെ. അയിലേ 380. 150 എടുത്തോ. ആ ഞണ്ടുണ്ടല്ലേ? ഞണ്ടെത്ര? വെറുതെ ഹോർ ഞണ്ട് വേണ്ട. അതിലെടുക്ക്. രണ്ടായില്ലേ? ആ 2 മതി. 3 മൂന്നെണ്ണം. ഇപ്പൊ തന്നെ 500 റുപ്യന്റെ മീനായോ? ഇത് 150 ആക്കാൻ പറ്റുമോ? ഏതെങ്കിലും കിട്ടാണ്ട ചെറുതൊക്കെ. അപ്പൊ നമ്മൾക്കിപ്പോ സമയം എന്ന് പറഞ്ഞാൽ 1:20 ആയതുകൊണ്ട് നമ്മളുടെ ബസ് പിടിക്കാൻ നോക്കാം. നമ്മുടെ സ്റ്റാൻഡിൽ വണ്ടി ബാക്കിൽ കൊണ്ടുവന്നിട്ട് പോകാം. ചെമ്മീൻ കൊഞ്ചം അവർക്ക് ഭയങ്കര ഇഷ്ടം. കുറേ ദിവസം അതിനോട് പറയണം. അപ്പം ഇനി ഞാൻ ബസ് പെരിന്തമണ്ണക്കുള്ള ബസ്സാണ് നമുക്ക് കിട്ടാണ്ട്. പെരിന്തമണ്ണക്കുള്ള ബസ് കിട്ടണം. അപ്പോൾ അത് ലക്ഷ്യം വെച്ച് നമുക്കിവിടെ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങണോട് തന്നെ പിടിക്കാം. ആ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ മതി, വേറെ എവിടേക്കും പോകണമെന്നൊന്നുമില്ല. ക്യാമറ ഇല്ലാത്ത പരിപാടി നമുക്കില്ല. ഞാൻ ബസ് ഇതിലാണ് ഇറങ്ങി വരിക, അവിടെ സ്റ്റാൻഡാണ്. അപ്പോൾ സെല്ലീസിൻ്റെ വണ്ടിയിൽ ഇരുന്നാലേ, പിന്നെ സെല്ലീസ് ചെറുകോട് കാരണമാണ് ഈ വണ്ടി അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ പോവാമായിരുന്നു. ചാൻസ് ഉണ്ട്. ചാൻസ് ഒക്കെ ബസ് വന്നിട്ട് ബസ് ഇപ്പൊ പോയേ. ഞാൻ ബാക്കിൽ എന്റെ വണ്ടി കൊണ്ടിട്ടപ്പോ തന്നെ പോയി ആക്കണങ്ങാക്കോ ട്രിപ്പ്. ആ ചേച്ചിയും കുട്ടി ബസ്സിൽ തന്നെ പോന്നതൊക്കെ. പക്ഷെങ്കിലേ ബസ്സൊക്കെ പോയി. ഞാൻ വന്ന വണ്ടി അതായത് ഭയങ്കര എന്താ പറയാ, എന്താ പറയാ, തിരക്ക്. ബസ്സിനകത്ത് തിരക്കാണ്. പിന്നെ ബസ്സിനകത്തൊക്കെ വീഡിയോ എടുക്കാറാലും ബുദ്ധിമുട്ടാണ്. പിന്നെ വീഡിയോ നിർത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ട് നമ്മളുടെ വണ്ടി. ആകെ ചെളിയാണ്, പൊടിയാണ്. സീറ്റൊക്കെ ഉണ്ട്. സീറ്റൊക്കെ ഒന്ന് ലാമിനേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി പറഞ്ഞിരുന്നു. കൊള്ളാം. ഇപ്പൊ സേവണ്ട ബാക്കൊക്കെ കാണാൻ തന്നെ വേറെ ലുക്കായി. സീറ്റ് കവറ് ഞാൻ ഈ ഒരു കവർ മാത്രം ലാമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇത് പക്ഷേ ലാമിനേറ്റ് ചെയ്തില്ല. അത് ലാമിനേറ്റ് ചെയ്യാത്തെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ നേരെയാണ് ലാമിനേഷൻ വന്ന് ഇവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് ഇവിടെ ഒന്ന് തട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊള്ളപ്പായിട്ട് കിടക്കും. അതൊരു ചെറിയൊരു വൃത്തികേടാണ് ആയിട്ടേക്ക് തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഇതിൻ്റെ പഴയ സാമാന സാമഗ്രികളൊക്കെ ഉണ്ട് ഇതിൽ. ഇതൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോകണം. ഇവിടെ കളയാനാ വണ്ടർഫുൾ കൊണ്ടുവരും കൊടുക്കേണ്ടി വരും. വേറെ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തത് അതൊക്കെ ഫുൾ പെയിൻ്റ് അടിച്ചതാണ്. പക്ഷേ പൊടി കയറിയിട്ടാണ് ഇങ്ങനെ നടക്കണേ. എന്തായാലും കൊണ്ടുപോകാം, നമ്മൾ കൊണ്ടുപോകാം നോക്കിയിട്ട് വരില്ല. ഹാൻഡലിൻ്റെ ഒക്കെ കളർ കണ്ട നിങ്ങൾ? ഹാൻഡലിൻ്റെ ഒക്കെ കളർ കണ്ട? ഓ മൊത്തത്തിൽ ചളി പുലിയാണ് എൻ്റെ വണ്ടി. മക്കളെ വെള്ളത്തുണി കൊണ്ടൊക്കെ ഇതിലായിട്ട് ഇരുന്നാലേ നല്ല രസമുണ്ടാവും. ബാക്കൊക്കെ കൊണ്ടപ്പോൾ എൻ്റെ മോനെ എമ്മ ലുക്കായി വണ്ടി കേട്ടോ. മറ്റേത് അതിൻ്റെ ബാക്ക് വെക്കുമ്പോൾ ഒരുമാതിരി ലുക്കേനു. ഇപ്പോൾ ഇതൊക്കെ മാറി പൊടിയണ്ട. ഒറ്റയടിക്ക് സ്റ്റാർട്ടാക്കി വെക്കണം. ആഹാ സ്റ്റാർട്ടായി സംഗതി വർക്കിംഗ് ആണ്. പെർഫെക്റ്റ്. ഞാൻ ആ ബാറ്ററിയൊക്കെ ഇറങ്ങിയൊക്കെ കരുതിയാണ്. നോ പ്രോബ്ലം. ഇത് ആള് പുരിയാണത്. ഈ വണ്ടി ഓടിക്കുമ്പോഴേ എനിക്ക് തോന്നാറുണ്ട് ചില ടൈമില് എൻ്റെ കോമ്പാക്റ്റിനേക്കാൾ ഒരു സുഖം ഈ വണ്ടി എനിക്ക് ഓടിക്കാൻ സുഖം കിട്ടുന്നുണ്ട് എന്നുള്ളത്. മുന്നിക്ക് ഗ്ലാസ് വഴി നോക്കുമ്പോഴേക്കൊക്കെ ഭയങ്കര പൊടിയാട്ടം. പിന്നെ കോമ്പാക്റ്റിന്റെ ഗ്ലാസ് ആണ് അതിന്, ഫ്രണ്ട് ഗ്ലാസ്. അതായത് മറ്റു സാധാരണ ഇതിന് 3 ഗ്ലാസ് വരും, ഇതിന് കോമ്പാക്റ്റിന്റെ ആണ്. പിന്നെ ഇതിന് ഒരുപാട് സാധനങ്ങൾ കോമ്പാക്റ്റിന്റെ ആണ്. അതായത് ഇതിന്റെ കപ്പ്, പിന്നെ ഡ്രമ്മ്, അത്ര സംഭവങ്ങളൊക്കെ കോമ്പാക്റ്റിന്റെ ആണ്. പിന്നെ ഓട്ടോമാറ്റിക് ബ്രേക്ക് ആണ്, അതും കോമ്പാക്റ്റിന്റെ ആണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കോമ്പാക്റ്റിന്റെ ആണ്. ഇത് നല്ല വണ്ടിയാണത്. കൊടുക്കാൻ പോയതിനായിട്ട് കൊടുക്കുന്നല്ല, നമ്മൾക്കിത് ഇതുകൊണ്ട് ആവശ്യമില്ല. ഇനിയിപ്പോ ഞാൻ അത് വീട്ടിൽ നിർത്തി തന്നെയാണ്. എന്താ പറയാ, നമ്മൾ കൊടുത്താണ്. പക്ഷെ വണ്ടി കൊണ്ടുപോകോളപ്പോൾ അത് അവിടെ തന്നെ കിടക്കണം. ഈ പൊടിയും ചളിയായിട്ട് അങ്ങനെ കിടക്കുമ്പോഴേക്ക് നമുക്കൊരു ഇടങ്ങേറാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ നമുക്ക് ഇതിലൊക്കെ ചെറിയ യാത്രയൊക്കെ പോവാം. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എങ്ങനെയാണ് ഓട്ടോറിക്ഷ? ആഹാ. അങ്ങനെയെങ്കിൽ ഞാൻ അവനെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്.
കഴുകണം. ചോറുണ്ട് കഴിയട്ടെ. ഞാൻ ടാക്സി കൊണ്ടല്ല പോകുന്നത്. ടാക്സി വണ്ടൂർ ടൗണിലുണ്ട്. അങ്ങാടിയിൽ നിർത്തി ലൈനിൽ നിർത്തി പോകാനൊക്കെയാണ്. കാണിച്ചു കൊടുത്താൽ എന്താണ് എനിക്ക് അറിയണ്ടോ? എന്താ ഇതൊന്നും കേട്ടൂല. ഒന്നും കേട്ടൂല പറഞ്ഞാൽ ഇതാണ് ഇന്നലേക്ക് വീഡിയോ തുറക്കതേ ശരിക്ക് കാണണ്ടേ. ഇന്നലെ വീഡിയോ കണ്ടില്ലേ? ഇന്നലെ വീഡിയോയിൽ കണ്ടാണ്ട് അച്ഛ ഇത് കൊണ്ടുവന്നു. ഒരു അച്ഛ ചോദിച്ച സാധനമാണത്. നേരത്തെ കൂടി വാങ്ങിയിരുന്നു. കുഴങ്ങി ഒരു ട്രിപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ വണ്ടിയുടെ അങ്ങാടിയിലല്ലേ, അപ്പോൾ ഒരു ഇളം കേക്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടേ പറ്റിയിട്ടുള്ളൂ. ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ എടുത്തേക്കൂലേ? എടുത്തൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ചെറിയൊരു കേക്കിൽ കേൾക്കിക്കണ്. നമ്മുടെ വണ്ടിൻ്റെ കോലം ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും നിങ്ങൾ ആ ഒരു പാടത്ത് ആ ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് കാണിക്കണം എന്ന് കരുതിയതായിരുന്നു വണ്ടി മൊത്തത്തിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ എങ്കിൽ സമയമല്ല എനിക്ക്, ഇല്ലെന്നാണ് ഞാൻ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. ഇപ്പോൾ ഫുള്ള് ചെളിയൊക്കെ പോയിട്ട് അവിടെ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. സുന്ദര കുട്ടപ്പൻ ഇപ്പോൾ ഒരു മധുര 17കാരനായില്ലേ? 17കാരൻ. വാ, അടിപൊളിയല്ലേ? കൊള്ളാം എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് പറയട്ടാ നിങ്ങളുടെ അഭിപ്രായം. നമ്മൾ വണ്ടി ഫുൾ പെയിൻ്റ് അടിച്ചു. വണ്ടിൻ്റെ സീറ്റുകൾ മാറ്റി. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സീറ്റ് ഇത് മാറ്റി, പിന്നെ ഇത് മാറ്റി. ഇതിൻ്റെ പലകടക്കാണ് മാറ്റിയിട്ടുള്ളത്. മാറ്റി ഇത് തുടച്ചില്ലല്ലേ, തുടക്കാൻ പോലും സമയമില്ല എന്നുള്ളത് അത്യാവസ്ഥ. പിന്നെ വുഡ് എന്നൊരു വലിയ പ്രശ്നമില്ല. ഇവിടെ ഈ ചെളി ഇതെന്നുണ്ട് എഴുതിയിട്ടറിയുകൾ. ഇത് ഞാൻ ഇപ്പോൾ തുടക്കണമെന്ന് കരുതിയതാ. പക്ഷേ എങ്കിൽ അതിനും കൂടി എനിക്കിപ്പോൾ സമയമില്ല. അത് നമുക്ക് പിന്നെ നോക്കാം. അല്ലാത്ത പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ ഫ്രണ്ടത്തെ അതിലേക്ക് നമ്മൾ പൊടി കളഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു വലിയൊരു വൃത്തിയെടുക്കേട് ഞാൻ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയും കഴിക്കാമല്ലോ, നമ്മുടെ കയ്യിൽ തന്നെ വണ്ടിയുള്ളത്. ഇപ്പം സമയമില്ല, അതാണ് ഇപ്പം സമയമില്ല എന്നുള്ളതാണ്. മേൽഭാഗമൊക്കെ നടന്നാ പോണേ. പിന്നെ നമ്മുടെ വണ്ടിൻ്റെ ഡിസ്കൊക്കെ നമ്മൾ അന്ന് പെയിൻ്റ് അടിച്ചതായിരുന്നു. ഈ ഡിസ്കായാലും എല്ലാ 3 ഡിസ്കും നമ്മൾ പെയിൻ്റ് അടിച്ചതാണ്. ഓക്കെ, മൊത്തത്തിൽ ഇതാണ് വണ്ടിൻ്റെ ലുക്ക്. എന്താ ചൊറുക്കില്ലേ? അങ്ങാടിയിലെത്തിട്ടോ, നമ്മുടെ വണ്ടിയിലാണ്. അവിടെ നമ്മളെ ചെക്കന്മാർ നാട്ടിൽ നിന്ന് ഒരാ സ്കൂട്ടിമ്മ കൊണ്ടുവന്നാക്കിയതാണ്. എന്തായാലും കുഴപ്പമില്ല, കറക്റ്റ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ ടീമും വിളിക്കേണ്ടി. ഹലോ, ഇതിപ്പോൾ എനിക്ക് ഇത്ര മല്ലിക്കെട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 130 രൂപയുടെ ട്രിപ്പാണ്. പക്ഷേങ്കിൽ ഇവർ നമ്മളെ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളാണ്. ഈ 130 രൂപയുടെ പോയിന്റ് ഇവർ വണ്ടൂർ അങ്ങാടിയിൽ എത്തിയിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ അവർ ഫസ്റ്റ് എന്നെ വിളിക്കും. അപ്പോൾ അതാണ് അവർക്ക് ഇത്രയും നമ്മൾ കൊടുക്കുന്നത്. നമ്മളുടെ ആവശ്യങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറ്റുന്നത് മാറ്റി വെച്ചിട്ട് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നേ, നമുക്ക് എന്തായാലും നിലമ്പൂർ ഒന്ന് പോകണം. പിന്നെ ആ പോക്ക് കൂടെ നേരെ പോയാലോ? ഇവിടെ നേരെ പോകുമ്പോഴേക്ക് കുറച്ച് ദൂരം കൂടുതലാണ്. അതിപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ വണ്ടൂർ പോവാണെങ്കിലും ദൂരം കൂടുതലല്ലേ. നമ്മളങ്ങനെ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇമേജ് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി പോകാനുണ്ട്. ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. ഒന്ന് ഞായറാഴ്ചയും കൂടിയാണ്. ഇപ്പോൾ വൈകുന്നേരം ആയി ഇങ്ങനെ വരികയല്ലേ, ഇമേജിൽ വല്ല തിരക്കും ഉണ്ടാവും. അപ്പോൾ ഒന്ന് കയറിയിട്ട് വേഗം അപ്പുറത്തേക്കാക്കാം. ഓക്കെ, ഇവിടേക്കാണ് നമ്മൾ വന്നത്. 1400 രൂപയാണ് സാധനത്തിൻ്റെ വില. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള മോഡലല്ല. ഞാൻ സാധാ ട്രൈപോഡ് തന്നെ, അത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ളത്. അതിൻ്റെ ഹെഡ് 360 ഡിഗ്രി റൊട്ടേറ്റ് ആവും. 360 റൊട്ടേറ്റ് ആവണ ഒരു സാധനം, അതായത് ട്രൈപോഡ് ആവുന്നത്. കുറച്ച് കട്ടിങ് അങ്ങനൊക്കെ ഉണ്ടാകും. ആൾ കുറച്ച് സ്ട്രോങ് തന്നെയാണ്, അടിപൊളിയാണ്. ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ച സാധനമാണ്. അപ്പം അത് കിട്ടിയില്ല. കിട്ടിയത് ക്യാമറ സ്റ്റാൻഡാണ്. ഈ ക്യാമറ സ്റ്റാൻഡ് ആവുമ്പോഴേക്ക് എനിക്കറിയില്ല പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇതിന് റേറ്റ് തന്നെ മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ 2 എണ്ണം വാങ്ങിച്ചു.
ഒന്ന് നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് നമ്മളുടെ വിറക് തട്ടിയിട്ട് ക്യാമ്പിങ്ങിനിടയിൽ പൊട്ടി. നിങ്ങൾക്കറിയാം, ഞാൻ അന്ന് ക്യാമ്പിങ് അവസാനിപ്പിച്ച് പോന്നേക്കാണ്. അതിന് ഏതാണ്ട് വില വരുന്നത് 600 രൂപ എങ്ങാണ്ടോ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അടുത്ത് ഞാൻ ഇവിടെ വന്നെ ഇമേജിൽ വന്നെ ഒരെണ്ണെടുത്ത്, അതിന് ഏതാണ്ട് വില വരുന്നത് 400 രൂപ എങ്ങാണ്ടോ ആണ്. കറക്റ്റ് അല്ല കേട്ടോ ഈ രണ്ടിന്റെ റേറ്റ് പറഞ്ഞത്. അങ്ങനെ അത് രണ്ടും പാടെ തന്നെ 1000 രൂപയായി. അപ്പൊ ഇനി ഞാൻ അതുപോലത്തെ സാധനം എപ്പോഴും ഉണ്ട് അവിടെ. അപ്പൊ അത് ഇനി ഞാൻ എടുത്തു കഴിഞ്ഞാല് അത് ഇനിയും ഇപ്പൊ ഇതൊക്കെ തന്നെ സംഭവിക്കാനുള്ളൂ, പൊട്ടിപ്പോവുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ കുറച്ച് നല്ലതിനെ മേടിക്കാന്ന് കരുതിയിട്ട് 1400 സാധനം ലാസ്റ്റ് എത്ര രൂപയ്ക്ക് തരും ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് കരുതി പോന്നു. അപ്പൊ അവരൊരു 200 രൂപ കമ്മിയാക്കിയിട്ട് ഓൺലൈൻ റേറ്റിന് സാധനം എനിക്ക് തന്നിട്ടുണ്ട്. അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പക്ക ക്യാമറ സ്റ്റാൻഡാണ്, 3 ലെഗ് വൈഡായിട്ട് വരുന്നത്. അപ്പോൾ ആ സാധനം എൻ്റെ കയ്യിൽ മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വ്ളോഗിങ്ങിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ മൊബൈലിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അതായിരുന്നു. ക്യാമ്പിങ് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ഏരിയ നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം കിട്ടാറില്ല, അധികം ചെരിഞ്ഞ ഇടങ്ങളാണ് കിട്ടാറ്. അപ്പൊ അത്തരം ഏരിയകളിലൊക്കെ നമ്മൾക്ക് ഈ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിലമ്പൂരിനോട് ഇവിടെ പറയുകയാണ്, നിലമ്പൂർ സെൻട്രലാണ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളുടെ സ്റ്റാൻഡ് 1400 ഞാൻ പറഞ്ഞില്ലേ, 1200 നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സംഭവം, മനസ്സിലായോ? ഇതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലേ, നമ്മുടെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണില്ലേ, അതാണ് ഇതിൻ്റെ ഹൈറ്റ്, ഏറ്റവും ചെറിയ ലെവല്. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിതിൻ്റെ ഗുണം കൂടി ഞാൻ കാണിച്ചു തരും ഈ ഒരു സ്റ്റാൻഡ് കൊണ്ടുള്ള. പക്ഷേ എങ്കിൽ ഇതെന്താ വെച്ചാൽ നമുക്ക് പണി കൂടുതലാണ്, മറ്റേ സ്റ്റാൻഡിൻ്റെ പോലെയല്ല. ഇതിങ്ങനെ ഓരോ ക്ലിപ്പ് തുറന്ന് അടച്ച് അങ്ങനെ ചെയ്യണം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതിൽ ഞാൻ കണ്ടൊരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഹൈറ്റ് അല്ല, ഇതിന് ചെരിവുണ്ടല്ലോ അല്ലേ, വേറെ ഒന്ന്. അതായത് ഇത്രയും കൂടിയും കൂട്ടാം. എന്നിട്ട് ഇതിനിവിടെ ഒരു ലോക്ക് ഉണ്ട്, ആ ഒരു ലോക്ക് വെക്കാം. ടൈറ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റായി. പിന്നെ ഇവിടെ നമ്മൾക്ക് ഇതുണ്ടോ, ഇവിടെ ഇതിന് നമുക്ക് ക്യാമറ വെക്കാനുള്ള മൗണ്ടിൻ്റെ ടൈപ്പുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള ഈ നിരകൾ കാണുന്നത്. അതാകുമ്പോൾ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. ഇല്ലെന്നാണെങ്കിൽ ക്യാമറിന് ഇവിടെ നമുക്ക് ടോപ്പിൽ ഒരു ടൂളും കൂടി ഉണ്ട്, ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്നും പ്രശ്നമല്ല. ക്യാമറ ഫോണും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ആൾക്കാർ നടന്നൊക്കെ പോകുന്നൊക്കെ ഷോട്ടൊക്കെ എടുക്കാനൊക്കെ പറ്റും. അതാണ് ഇതുകൊണ്ടുള്ള മെയിനായിട്ടുള്ള ഗുണം. ഇത് ഈ ഒരു സ്റ്റാൻഡ് ആകുമ്പോഴേക്ക് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്ക് ഇതിന് ഭയങ്കര ഒരു വെയിറ്റ് ഫീൽ ആവുന്നുണ്ട്. ഒറ്റ കൈ കൊണ്ടൊന്നും പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, 2 കൈ കൊണ്ട് പിടിക്കാം. എന്നാൽ പോലും വെയിറ്റ്ലെസ് ആണ്, വലിയൊരു വെയിറ്റ് എന്നൊന്നും പറയാനല്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരു എല്ലമിലൊക്കെ പിടിക്കാൻ തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച് കിട്ടിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമ്മൾ യാത്രയിലാണെങ്കിൽ കുക്കിങ്ങിനൊക്കെ നമുക്ക് സ്ഥലങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടേക്കാരം. ഞാൻ കാണിച്ചു തരാം, കൊണ്ടുപോവാ ഇതിൻ്റെ യഥാർത്ഥ ഗുണം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഇത് ഇറക്കാണ് അല്ലേ, ഇവിടുക്കുന്നു ഇത് ഇറക്കമാണ്. അപ്പോൾ ഈ ഒരു ഇറക്കത്തിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ സാധാ ഒരു സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കും. എന്നപ്പോൾ ഇത് ചെരിഞ്ഞാൽ നിൽക്കുന്നത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ സ്ട്രൈറ്റ് ആക്കി വെക്കാം. ഇനിയല്ല, ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ കാലുകൾ നമുക്ക് ലൂസായി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ പറഞ്ഞ ലെവലിലേക്ക് എത്ര ലെവലിലാണോ നമുക്ക് ചെയ്യേണ്ട ചില ആ ലെവലിൽ ലോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇവിടം കൊണ്ട് ലെവലാക്കിയിട്ടില്ലെങ്കിലും നമുക്ക് അവിടെ ലെവലാക്കാം. പിന്നെ നമുക്ക് സിമ്പിളായി ലെവലാക്കാൻ സുഖം ഇവിടെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ വണ്ടിൻ്റെ ഞാൻ പറഞ്ഞാണ്, വണ്ടിനെ കാണിച്ചതാണ്. എന്നാൽ പിന്നെ ഞാൻ വീണ്ടും ഓടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിത് നിങ്ങളൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് ഇന്ന് മെയിനായിട്ടുള്ള സംഭവം. ഇനി ഓട്ടം ഇന്ന് മെയിനായിട്ട് നടന്നിട്ടില്ല. പ്രധാനമായിട്ട് നമുക്ക് നടക്കേണ്ട ഓട്ടമായിരുന്നു, അപ്പോൾ ഓട്ടം നടന്നിട്ടില്ല. ഇതിപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നിർത്തണം. അപ്പോൾ ഇതിന് സൈഡിൽ കർട്ടന് 2 കർട്ടനും പുതിയത് നമ്മൾ വാങ്ങിയായിരുന്നു. അപ്പോൾ അത് ഇട്ടുകൊണ്ട് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പൂച്ചയും അതുപോലെ തന്നെ മഴ പെയ്താലൊന്നും വലിയ വിഷയമല്ല. പൊടി കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് കയറുന്നതിന് ഒരു മഴ ഉണ്ടാവും, കയറൂലെന്ന് ഞാൻ പറയുന്നില്ല, കയറൊക്കെ ചെയ്യും. പക്ഷെ പൂച്ച കയറി കഴിഞ്ഞാൽ അതിൻ്റെ ലാമിനേഷനൊക്കെ ഒരു മാന്തി പൊളിച്ച് കീറോട്. ചെങ്ങന്മാരെ ലൈറ്റ് ഇട്ട് ഓടേണ്ട സമയമായിട്ടാണ് ഇപ്പോൾ സമയം 5:54. 6:54.
ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അപ്പം ഇറങ്ങിയിട്ട് ഇതൊരു 50 രൂപയുടെ ട്രിപ്പ്, പക്ഷെ എനിക്ക് 40 കിട്ടിയുള്ളൂ. അറിയുന്ന ആളുകളാണ്, അതുകൊണ്ട് 40 കിട്ടിയതല്ല, 10 രൂപ തരാമെന്ന് വെച്ചേക്കാണ്. മുഷ്കിലിനായി പോട്ടെ. അപ്പോൾ ഇത് 40, പിന്നെ ഒരു 30ൻ്റെ ഒരു ലോക്കൽ എടുത്തു. അപ്പോൾ 4-3-7 റുപ്യക്കാണ് ഓടിയത്. ഉച്ച വരെ നമ്മൾ ഓടിയത് എത്ര 190 രൂപയ്ക്കോ ആണ്ടാ തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണല്ല. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ 70 രൂപയ്ക്ക് ഓടിയെന്നല്ല പറഞ്ഞത്, ഇപ്പൊ നമ്മൾ 270 ആയിട്ടോ. ഒരു ട്രിപ്പും കൂടി നമുക്ക് കിട്ടി. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 7:50 ആയിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും ഇവിടേക്ക് ഞങ്ങളുടെ വാണിയമ്പലത്ത് ഭാഗത്തേക്ക് തൊടുകപ്പൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ കൊണ്ടുവന്ന് വിട്ടത്. വേറെ രസം കേൾക്കണം ഞങ്ങൾക്ക്. എനിക്ക് ഇപ്പൊ ഒരു കോള് വന്നു. എവിടുന്നറിയാം? ആന്ധ്രയിൽ നമ്മൾ വീഡിയോ കാണുന്ന എന്താ പറയാ, ആന്ധ്രയിൽ ഇപ്പൊ ഏതാ ഭാഷ? തെലുങ്കല്ലേ? തെലുങ്കോ. ആ എന്നിട്ട് അയാൾ എന്നോട് എന്തൊക്കെയോ പറയണ്, വീഡിയോ കാണലുണ്ട് എന്നൊക്കെ. കുറച്ചൊക്കെ ഹിന്ദി അറിയണ ആളാ. വീണ്ടും വിളിക്കണ്. ഡി കൃഷ്ണൻ ഇപ്പൊ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യണ്. ആന്ധ്രയിലെ ആരാധകർ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് നമ്മളെ വീഡിയോ ഒക്കെ കാണിച്ചു തരാൻ ചെങ്ങന്മാരെ. യൂട്യൂബ് നമ്പർ ചെങ്ങന്മാരെ, എനിക്ക് കുളിര് കയറാന്ന് പറഞ്ഞാല് ഈ മനുഷ്യനെ ആരാ മനസ്സിലായോ? നമ്മൾ ആന്ധ്രയില് ഗ്രാൻഡ് കെനിയോൺ കാണാൻ വേണ്ടിട്ട് പോയില്ലേ, അതായത് ഇന്ത്യൻ ഗ്രാൻഡ് കെനിയോൺ എന്നൊക്കെ പറയും. നമുക്കത് വീഡിയോന്റെ എപ്പിസോഡ് ഏതാണെന്ന് ചോദിച്ചാണ്ടെന്ന് ഒരു വിളിക്കണ്. ഒരു ടിവിക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ എപ്പിസോഡ് എന്ന് പറഞ്ഞവർ ഒരുപാട് വീഡിയോ ചെയ്തിക്കണല്ലോ എന്നുള്ളതാണ്. പക്ഷേ എപ്പിസോഡൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. അന്ന് അദ്ദേഹം എൻ്റെ കയ്യിൽ നമ്പർ വാങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്ഥലവും കുടിക്കാനുള്ള വെള്ളവും ഒക്കെ തന്ന ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീടിനകത്തേക്കൊക്കെ കൊണ്ടുപോയി വീടൊക്കെ കാണിച്ചു തന്ന്. മക്കളൊക്കെ എന്തോ വലിയ ഉദ്യോഗത്തിലൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, കറക്റ്റ് ഓർമ്മ വരുന്നില്ല. പക്ഷെ ആളിങ്ങനെ വിളിക്കും. വീഡിയോ കോൾ ചെയ്തപ്പോഴാണ്, ആളൊക്കെ കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായത്. പിന്നെ ആ യാത്രയിലേക്കത് കൊണ്ടുപോയി. അന്ന് ഗണ്ടിക്കോട്ട അല്ലല്ലേ? ഗണ്ടിക്കോട്ട ഗ്രാൻഡ് കെനിയോൺ എന്ന് പറയും നമ്മള്. അങ്ങനെ എന്തോ ഗ്രാൻഡ് കെനിയോൺ എന്നാണ് പറയല്. അവിടെയാണ് നമ്മളന്ന് പോയപ്പോ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എന്താല്ലേ, ആന്ധ്രയിൽ നിന്ന് വരെ നമുക്ക് നമ്മളുടെ ഭാഷ പോലും അറിയാത്ത ആൾക്കാർ നമ്മളെ വീഡിയോ കാണും. എൻ്റെ ചങ്ങന്മാരെ, എത്ര പേർക്ക് ഓടി ചോദിച്ചാൽ കൃത്യമായ കണക്കിൻ്റെ കയ്യില്ല. ഇപ്പോൾ സമയം 10:10 വീട്ടിലേക്ക് പോവാണ്. ഈ നേരം വരെ ഇവിടെ ഇരുന്നു. ഇവിടെ അല്ല ഇരുന്നു, വണ്ടിയിലല്ല, അവിടെ പാടത്ത് പോയിട്ടിരുന്നു. ചെക്കന്മാരുടെ കൂടെ രസമായിരുന്നു. കുറച്ച് നേരം കളിയും കയറിയൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ മറ്റേ ആന്ധ്രയിൽ നിന്ന് വിളിച്ച ആളുകൾക്ക് ആ ഒരു എപ്പിസോഡ് ഞാൻ തരാമെന്ന് കരുതിയായിരുന്നു. പക്ഷേങ്കിൽ സമയം കിട്ടിയില്ല. നാളെ വേണം അവർക്ക് തിരഞ്ഞാണ്ട് എടുത്തു കൊടുക്കുക. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ലേ വേണ്ടിയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.